ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. ഇരിക്കട്ടെ. ഞാൻ ഇരിക്കല്ലേ, ചേട്ടൻ അപ്പുറത്ത് പോയിരിക്കും. ഏച്ചി മാറി ഇരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കല്ല ചേട്ടാ. ചേട്ടാ കഷ്ടമല്ല, തൂക്കിയെടുത്തറി ഞാൻ മാറി. ഇവിടെ ഇരുന്നാലേ എഴുതാൻ പറ്റത്തുള്ളു. കൊച്ചു കുട്ടിയാന്നുള്ള പരിഗണന പോലും. കൊച്ചുകുട്ടി പോണ പോക്ക് എന്താണ് ഇത്? കുഴിയിലിരിക്കണ എന്തൊരു നോയിക്കൊണ്ടിരിക്കണേ? പഠിക്കണ അതോ ചുമ്മാ വരച്ചോണ്ടിരിക്കണ? ഇതൊരു കഷ്ടം നോക്കണേ. പ്രതീക്ഷനേക്കാളും കയറി കിടക്കുകയാണല്ലേ. ആരയച്ചേ? എന്തോന്ന് അയച്ചേ? പൈസ കയറി കിടക്കാന്നാണോ പറഞ്ഞത്? പൈസ ഒന്നും കയറി കിടക്കല്ലേ ഉണ്ടേ, ഇവിടെ കടം കയറി കിടക്കണ്. ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ആർക്കാ എന്താ? உனக்குதான் நீ தானே கேட்ட. ഞാൻ ഇപ്പൊ കേട്ട. ഞാൻ ഇവിടെ ജംഗ്ഷനിൽ പോകുന്നതിന് മുമ്പേ ചോദിച്ച ചായ അല്ലേ ഇത്? ஆமா, அப்ப நான் ரொம்ப வேலையில இருந்தேன். இப்பதான் அந்த வேலை முடிஞ்சது. உன்னோட சத்தம் கேட்டப்போ நான் சீக்கிரமா எடுத்துட்டு வந்தேன். ஹாட் டீ குடிச்சுக்கோ. വേണ്ടാമാ? പിന്നെ വേണ്ടേ ചായ? ബോസിനെ കിട്ടി ആസിഡ് വരെ കുടിക്കുന്ന ചേട്ടനാ. ഈയിടെ ഓസിനിറ്റി ആസിഡ്. മക്കളെ, ഞാൻ അടിച്ചിറക്കിയ സാധനം എനിക്കിട്ട് തന്നെ വെക്കില്ല നീ. டே கேசு, நான் 2 நாளா உன்னோட ஃபேஸை பார்த்துட்டே இருக்கேன். என்ன ஒரு மாதிரி டல்லா இருக்கு? ഒരു സുഖമില്ല എൻ്റെ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ വിചാരിച്ച കാര്യമൊന്നും പ്രതീക്ഷിക്കുന്നവരെ നടക്കാത്തോണ്ടായിരിക്കും. எல்லாமே சரியாயிடும்டா, வருத்தப்படாத. ആ ഒരൊറ്റ ശുഭപ്രദേശിലാണ് ജീവിച്ചു പോണത്. வருத்தப்பட வேண்டாம். ശരിയാവുമായിരിക്കും. ആ ഡേ ശിവ, അന്നേ നിന്റെ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് 5000 രൂപ ഞാൻ തന്നില്ലായിരുന്നോ? തിരിച്ചു വയ്ക്കാനൊന്നുമില്ല. അന്ന് തന്ന പൈസ ഞാൻ പറഞ്ഞില്ലായിരുന്നു കടം മേടിച്ചാൽ തന്നേന്ന്. അങ്ങനെ അത് ഒരു 5000 രൂപ കടമുണ്ട്. പിന്നെ വേറെ അല്ലറ കടമെല്ലാം കൂടി 6-7 രൂപയുണ്ട്. മൊത്തം പറഞ്ഞാൽ 12000 രൂപ കടം. അപ്പം ഞാനിത് കൂട്ടിയപ്പോഴല്ലേ അറിയണത്. ഒപ്പു 12000 രൂപ കടം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബാസ്യങ്ങൾ 2000 രൂപ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. മോനെ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പൈസയുടെ കാര്യം ചേച്ചേ, നീ എവിടെ പോണ്ടാ? ഞാൻ അങ്ങോട്ട് വന്നതായിരുന്നു, പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിച്ചത്. എന്നാ ഇങ്ങോട്ടേക്ക് പോരെ. കാര്യം പറ. വാന്ന് എന്തര് ചേച്ചി? ഓ, എനിക്ക് 12000 രൂപ കടം. എത്ര? 12000 രൂപ. അത്രയും രൂപ കടവുണ്ടാ? നല്ലതാ മോനെ, ജീവിതത്തിലേ ഇച്ചിരി കടമൊക്കെ ഉള്ളത് നല്ലതാ. എന്നാലേ ജീവിക്കാൻ ഒരു ശുഷ്കാന്തി ഒക്കെ കാണത്തുള്ളൂ. ശരി ചേച്ചി, ചേച്ചി വെച്ച് കഴിഞ്ഞാൽ കേശുവിന്റെ കടം തീരും. ചേച്ചി ഒന്ന് കാല് മടക്കി അടിക്കുന്ന കേസേ ഉള്ളു. അയ്യോ, ചേച്ചിയുടെ കാലിപ്പോ പൊങ്ങത്തില്ലല്ലോ മോളെ, കാലിന് വയ്യ. ചേട്ടനും അനിയത്തിയും കൂടെ പൈസ ചോദിച്ചുള്ള വരവാണെങ്കിൽ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. നീ പറഞ്ഞ ഞാനും സിന്ധുവൊക്കെ ഡിവോഴ്സ് ആവോ? അതുപോലെ തന്നെയല്ലേ ഇതാണ് പറഞ്ഞ. എനിക്ക് വല്ല കാര്യം ഉണ്ടായി മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വരണ്ടേ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മാർക്കി. അല്ല ചേച്ചി, അപ്പൊ പറഞ്ഞ പോലെ. എന്താ കാര്യം? അമ്മമ്മ വിചാരിച്ചാൽ ചിലപ്പോ നടക്കുമായിരിക്കും അല്ലേ? പിന്നെ നമുക്ക് അമ്മൂമ്മയ്ക്ക് ഒരു ചാൻസ് കൊടുക്കല്ലേ? പിന്നെ കൊടുക്കണം. എന്താ കാര്യം പറ. അമ്മൂമ്മ, അതായത് അമ്മൂമ്മയുടെ ഈ പൊന്നാര കൊച്ചുമോനുണ്ടല്ലോ, വെറും ജസ്റ്റ് നോക്കി ഒരു 12000 രൂപയുടെ കടമുണ്ട്. അപ്പോ അമ്മൂമ്മ ആ കാശ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവനെ കടം വീട്ടി എന്തായാലും തിരിച്ചു തരും അല്ലേ? പിന്നെ തിരിച്ചു തരൂല്ലേ? പിന്നെ അമ്മൂമ്മ ഇപ്പൊ എന്റെ പൈസ ആയിരുന്നു, ഞാൻ അങ്ങോട്ട് മറച്ചടിക്കുന്നു. അത് കഴിയുമ്പോ എന്റെ ഞാൻ പൈസ കൊണ്ട് അമ്മൂമ്മയ്ക്ക് വരുന്നു. അപ്പൊ എനിക്ക് തരാൻ വെച്ചേക്കുന്ന 12000 രൂപ നിന്റെ കയ്യിലുണ്ടല്ലോ. ഓ, ആ 12000 രൂപ നീ അങ്ങോട്ടും കൊടുത്താൽ മതി. അല്ലാതെ എന്റെ കയ്യിലില്ല.
ഞാനത് ഇതേപോലെ ചെറിയ ചെറിയ വർക്കിനൊക്കെ പോയിട്ട് പൈസ ഒപ്പിക്കും. പക്ഷെ ഒപ്പിക്കുമ്പോ സമയം പിടിക്കും. സമയം പിടിക്കുമ്പോ ഞാൻ ആ പൈസ അങ്ങ് അമ്മൂമ്മക്ക് തരാം. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ അവർക്ക് കൊടുക്കും. ഒപ്പിച്ച് മോനം കൊടുത്താ മതി. ഒപ്പിച്ച് മോനം കൊടുത്താ മതി. എന്താ ഞാൻ ഈ നാട്ടുകാരിയല്ല കേട്ടോ. ഗസ്റ്റില്ല എന്ന് സാരം. നല്ല ബെസ്റ്റ് അമ്മൂമ്മ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.